നമസ്കാരം. വെൽക്കം ടു RAINTECH സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. ഇത് വീഡിയോ ട്യൂട്ടോറിയൽ നമ്പർ 3 ആണ്. നമ്മൾ എങ്ങനെയാണ് ബാർകോഡ് ലേബിൾസുകൾ ഉണ്ടാക്കുന്നത്. സപ്പോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ട്യൂട്ടോറിയൽ കണ്ടു എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അതിനൊന്നും ചിലതിനൊന്നും ബാർകോഡ് ലേബലുകളില്ല. നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൻ്റെ പേരിൽ നമ്മുടെ സ്വന്തം ലേബലുകൾ ക്രിയേറ്റ് ചെയ്ത് ഈ പ്രൊഡക്റ്റുകളിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ട്യൂട്ടോറിയലാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ബാർകോഡ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ അധികം ബാർകോഡുകളിലൂടെ നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റുകൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്കാണ് ലേബൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ ആഡ് ചെയ്യും നമ്പർ ഓഫ് കോപ്പീസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് എൻട്രിയുടെ നമ്പർ ഇവിടെ ഇട്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ പർച്ചേസ് എൻട്രിയിൽ ഉണ്ടായിരുന്ന ടോട്ടൽ വോളിയത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ബാർകോഡുകൾ ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതിനൊരു 2 പീസ് അല്ലെങ്കിൽ 1 പീസ്, നമ്മൾ ഈ പ്രൊഡക്റ്റിന് ചിലപ്പോൾ ഒരു 2 പീസ്, ഈ പ്രൊഡക്റ്റിന് ഒരു 3 പീസ് കണ്ടോ. ഇങ്ങനെ നമുക്ക് ബാർകോഡുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടിക്ക് ചെയ്തേക്കുക കണ്ടോ. അതിനുശേഷം ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കുറേ റേഡിയോ ബട്ടൺസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. നോക്ക്, ഇവിടെ ഇതെല്ലാം ബാർകോഡ്സിൻ്റെ ടെംപ്ലേറ്റുകളാണ്. പല ഡിഫറെൻറ്റ് ടെംപ്ലേറ്റുകളുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കസ്റ്റം ടെംപ്ലേറ്റുകളാണ് ഏറ്റവും മുകളിൽ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് ഒരു പർട്ടിക്കുലർ ഡിസൈൻ, ഒരു പർട്ടിക്കുലർ സൈസിൽ ബാർകോഡുകൾ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 50 by 50 mm അല്ലെങ്കിൽ 50 by 25 mm, അങ്ങനെ 50 by 32 mm, ഏത് സൈസ് വേണമെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയർ ടീമിനോട് പറയുമെങ്കിൽ അവർ വിത്തിൻ 10-15 മിനിറ്റ്സിനകം നിങ്ങൾക്ക് ആ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അതിന് സ്പെഷ്യൽ ടീമുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ എനി ഡെസ്കിൽ കണക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ബിൽഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കസ്റ്റം ബാർകോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഡിഫാൾട്ട് ടെംപ്ലേറ്റേ ഉള്ളൂ. മീൻസ് ഈ ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ഏത് രീതിയിലും മാറ്റിയെടുക്കാവുന്നതാണ്. അത് കൂടാണ്ട് ഒരുപാട് ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നെക്സ്റ്റ് അടിക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ബാർകോഡുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് 2 by 1 inch ഡിസൈനിലാണ്. അപ്പോൾ നിങ്ങളുടെ ബാർകോഡിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A4 സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ A4-നകത്ത് ന്യൂ ഡിസൈൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ചില ബാർകോഡുകളുണ്ട് A4-നകത്ത്, അതായത് പ്രീ കട്ടഡ് ബാർകോഡ്സ്. അതായത് A4 ഷീറ്റിന് ഓൾറെഡി കട്ടിങ്സ് കാണും, കട്ടിങ്സ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും. അപ്പോൾ നമുക്ക് പൊളിച്ചൊട്ടിച്ചാൽ മതി ജസ്റ്റ്. അപ്പോൾ ആ എക്സാക്ട്ലി ആ കട്ടിങ്സിൻ്റെ സെൻറ്ററിൽ ബാർകോഡുകൾ പ്രിൻ്റ് ആവണം. അപ്പോൾ ആ സെറ്റിങ്സ് കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. അതേസമയം നമ്മൾ 3 inch പ്രിൻ്ററുകൾ അതുപോലെ അല്ലെങ്കിൽ തെർമൽ പ്രിൻ്ററുകളിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് പോലും വേണ്ട നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടെംപ്ലേറ്റ് നോക്കിക്കോളൂ കണ്ടോ. ഇത് വേറൊരു ഡിസൈനാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ താഴത്ത് നമ്മുടെ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പേര്, നിങ്ങളുടെ എന്താണ് ബിസിനസ് ചെയ്യുന്നതിൻ്റെ പേര്, ലേബല്, പ്രൊഡക്റ്റിൻ്റെ പേര്, റേറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളാണ്. ഇങ്ങനെ പല ഡിഫറൻറ്റ് 2 inch ഡുവൽ ബാർകോഡ് ആണെങ്കിൽ കുറേ അധികം ഇൻഫർമേഷൻസ് വരും. ഇത് നമ്മുടെ ഗാർമെൻറ്റ്സിന് ഒക്കെയുള്ള ബാർകോഡുകളാണ്. ഗാർമെൻറ്റ്സ് ഷോപ്പുകൾ, MRP ഇൻക്ലൂഡീവ് ടാക്സ്, അംല, ഇത് ഞാൻ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. കളർ ഏതാണെന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ വരും, സൈസ്, ആർട്ടിക്കിൾ നമ്പർ, ബാർകോഡ്, യുവർ കമ്പനി നെയിം, അഡ്രസ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും. ഇത് ഡുവൽ ബാർക്കാണ്, ഒറ്റ പ്രിൻറ്റിങ്ങിൽ 2 ബാർകോഡ് പുറത്തേക്ക് വരുന്നത്. 2 by 2 ഡുവൽ, അതായത് 4 inch into 2 inch ടോട്ടൽ. അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റുകൾക്കാണെങ്കിൽ സ്പെഷ്യൽ ടെംപ്ലേറ്റുകളുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള എല്ലാ ടെംപ്ലേറ്റുകളും നിങ്ങൾക്ക് ഈ ഒരു ബാർകോഡ് പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ബാർകോഡ് തെർമൽ പ്രിൻ്ററുകളിലേക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ TVSൻ്റെ ഒക്കെ പ്രിൻ്റർ, ഉദാഹരണത്തിന് ഇതുപോലത്തെ പ്രിൻ്ററുകളുണ്ട്. TVSൻ്റെ ഇതുപോലത്തെ പ്രിൻ്ററുകളുണ്ട്. ഈ പ്രിൻ്ററുകളിൽ വളരെ ഈസി ആയിട്ട് ബാർകോഡുകൾ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഇത് TVSൻ്റെ LP46 നിയോ എന്ന് പറഞ്ഞൊരു മോഡൽ പ്രിൻ്ററാണ്. വളരെ കംഫർട്ടബിൾ പ്രിൻ്ററാണ്. ഇതിൻ്റെ സർവീസ് വളരെ, കാരണം TVS നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 148 hours അവർ നമ്മൾ എവിടെയാണുള്ളത് അവിടെ വന്ന് സർവീസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ 1-2 കസ്റ്റമർക്ക് വാങ്ങിച്ചതിന് ശേഷം അവർക്ക് അതിൻ്റെ സർവീസിന് എക്സ്ട്രാ പേപ്പർ വെളിയിൽ വരുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർവീസ് കിട്ടുന്ന ഒരു പ്രിൻ്ററാണ് TVS പ്രിൻ്റർ. അത് മെയ്ഡ് ഇൻ അസംബിൾഡ് ഇൻ എനിക്ക് തോന്നുന്നു എവിടുത്തെയാണെന്ന് ചെന്നൈ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അസംബ്ലിങ് കാര്യങ്ങളൊക്കെ നോക്കണം. അവിടെ ഫാക്ടറിയൊക്കെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ബാർകോഡുകൾ ഉണ്ടാക്കുന്നു എന്ന് വളരെ സിമ്പിളായിട്ട് കണ്ടു. ഇത് നമുക്ക് ഈ ബാർകോഡുകളെല്ലാം നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ
Thank you so much for watching this video. Thank you. Bye-bye.